പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോൾ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള തിരുവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള തിരുവചനം നമുക്ക് ഇപ്പോൾ ധ്യാനിക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 29 മുതൽ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ ഇത് കാണുകയും അവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ ഇതിന് പശ്ചാത്തലമായിട്ട് ചില കാര്യങ്ങളിലൂടെ നമ്മൾ ഓർക്കാനുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ 4 ദിവസം യേശു ആരാണ് എന്ന് വെളിപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ് ഈ 19 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 51 വരെ, ആ അധ്യായം തീരുന്നത് വരെ വിവരിക്കുന്ന ഇതാണ്. ആ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യം? യേശു ആരാണ്? ഈ ചോദ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ ചോദ്യത്തിന് യേശു ആരാണ്? ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യത്തിന് ഒരാൾ കൊടുക്കുന്ന ഉത്തരത്തിനനുസരിച്ചാണ് പിന്നീട് അയാളുടെ ജീവിതം. ഈ ചോദ്യമാണ് ഒരുപക്ഷെ ഭൂമുഖത്ത് മനുഷ്യൻ നേരിടാവുന്ന ഏറ്റവും പ്രസക്തമായതിൽ വെച്ച് ഏറ്റവും പ്രസക്തമായ ചോദ്യം. യേശു ആരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, യേശു ആരാണ്? ഇപ്പോൾ ഈ യോഹന്നാൻ അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു തീമാണ്. ഇപ്പോൾ പീലാത്തോസ് ചോദിക്കുന്നുണ്ട് യേശുവിനോട്, എന്താണ് സത്യം? എന്താണ് സത്യം? സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? സത്യം ഒന്നുമല്ല. നമ്മൾ സത്യം അന്വേഷിക്കുന്നവരാണ്, സത്യാന്വേഷികളാണ്. സീക്കേഴ്സ് ഓഫ് ദ ട്രൂത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും പറയണ്ട. ആ ആശയം എന്താ? സത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തിനു വേണ്ടി ജീവിക്കണം, അല്ലേ? അതാണ് സത്യം. ഒരാൾ എന്തിനു വേണ്ടി ജീവിക്കണം, അതുപോലെ ഒരാൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താ, ജീവിച്ചിരിക്കുന്നതിൻ്റെ റെലവൻസ് എന്താ, മനസ്സിലാവുന്നില്ലേ? അതായത് നമ്മൾ പറയില്ലേ, ചില ആളുകൾ പറയില്ലേ, അതായത് എന്തിനെങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ജീവിക്കാൻ ഒരു സത്യമില്ല, അവർക്ക് ജീവിക്കാൻ ഒരു ആദർശമില്ല, ഒരു സത്യമില്ല. അപ്പൊ എന്താ സത്യം എന്ന് പറഞ്ഞാൽ? മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്? സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നോ അതാണ് സത്യം. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സത്യം. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തിയാണ് സത്യം. നമ്മളെ ചലിപ്പിക്കുന്ന ആദർശമാണ് സത്യം.
ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ തോമാസ് ലീഗായോട് ഇന്ത്യയിലേക്ക് വരാനായിട്ട് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുക്കുമ്പോൾ, തോമാസ് ലീഗ നമ്മുടെ ഒരു മനസ്സിലാക്കാനനുസരിച്ച് യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാ ശിഷ്യന്മാരും വിവാഹിതരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തോമാസ് ലീഗായും പത്രോസ് ലീഗയും ഒക്കെ മാരീഡായിരുന്നു അല്ലേ? ആണോ? പത്രോസിൻ്റെ അമ്മായിമ്മയെ കുറിച്ച് ബൈബിൾ പറയുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അപ്പസ്തോലന്മാരിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ വിവാഹിതരായിരുന്നു. അപ്പോൾ അങ്ങനെ വിവാഹിത കുടുംബമുള്ള ഒരാളാണ്. ഈ കുടുംബമുള്ള ഒരാളോട് പറയുകയാണ്, എവിടേക്കാ? ഇന്ത്യയിലേക്ക് പോകും. ഇപ്പം പോലും യാത്ര ക്ലേശകരമാണ് അല്ലേ? ഒരു യാത്ര എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം പോലും ബുദ്ധിമുട്ടാണ്. ഇത്രയും ലോകത്തിൻ്റെ ദൂരം കുറഞ്ഞിട്ടും, ഇത്രയും മനുഷ്യന് സഞ്ചരിക്കുന്ന സഞ്ചാര വേഗം കൂടിയിട്ടും ഇപ്പോഴും യാത്ര ക്ലേശകരമാണ്. അപ്പോൾ ആ കാലത്ത് തോമാസ് ലീഗായോട് ഭാരതത്തിലേക്ക്, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വരാൻ പറയുകയാണ്. അപ്പം അങ്ങനെ വരാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ഇറങ്ങിത്തിരിക്കുന്നവന് ഒരു നിശ്ചയവും ഇല്ല അവിടെ എത്തുമോന്ന്, എത്തിച്ചേരുമോ എന്നൊരു നിശ്ചയമില്ല. കാരണം അത് ഈ ലൊക്കേഷനോ ഡെസ്റ്റിനേഷനോ ഒന്നും അറിയത്തില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, കുടുംബമുള്ള ഒരാളല്ലേ, ഇനി ഒരിക്കലും ഭാര്യയെ മക്കളെ ഒന്നും കാണാൻ പറ്റത്തില്ലെന്നും അയാൾക്ക് നല്ല ഉറപ്പുണ്ട്. തിരിച്ചൊരു പോക്കൊന്നും ഇല്ല. നമുക്കല്ലേ, ഇപ്പം ഞാൻ ഒരു രാജ്യത്ത് സുവിശേഷ വേലയ്ക്ക് പോകുന്നു, എനിക്ക് ഉറപ്പാ 10 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു. പക്ഷേ തോമാസ് ലീഗായ്ക്ക് തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ വീട്, ഭാര്യ, മക്കള്, പ്രായമായ അപ്പനും അമ്മയും, നാട്ടുകാർ, വീട്ടുകാർ, ഗ്രഹാതുരത്വം തുളുമ്പുന്ന ഒരുപാട് ഓർമ്മകൾ, ഇതെല്ലാം പിന്നിലാക്കിയിട്ട് ഒരാളിങ്ങനെ ഇറങ്ങുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അയാൾക്ക് അതായിരുന്നു സത്യം. ഇപ്പം സത്യം എന്താണെന്ന് പിടിയിട്ടുണ്ടോ? യേശു ആയിരുന്നു സത്യം. അതുകൊണ്ട് ഈശോ പറഞ്ഞ, ഞാനാണ് വഴിയും സത്യവും ജീവനും. പീലാത്തോസ് ചോദിച്ചു, എന്താണ് സത്യം? ആ ചോദ്യം ചോദിക്കുമ്പോൾ പീലാത്തോസ് അറിഞ്ഞിരുന്നില്ല കൈ നീട്ടിയാൽ തൊടാവുന്ന ഒരകലത്തിൽ സത്യം ഇങ്ങനെ 6 അടി പൊക്കത്തിൽ നിൽപ്പുണ്ടെന്ന്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആശയങ്ങളുടെ സമാഹാരമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരാളെ കണ്ടുമുട്ടുന്നതാണ്. ഒരാളെ എൻകൗണ്ടറിങ് എ പേഴ്സൺ ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കുറേ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിക്കുന്നതല്ല, നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി ആ ആളാണ് സത്യം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശരിയും തെറ്റും നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? വേദപാഠം പഠിച്ചോണ്ടാണോ? ശരിയും തെറ്റും നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ശരിയാണ്, ഒരു കാര്യം തെറ്റാണ്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ഓഫ് ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് ഫോൾസ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്? വാട്ട് ഈസ് യുവർ ക്രൈറ്റീരിയൻ? എന്താ പറ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സഹോദരി, എങ്ങനെയാണ് ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്? ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കും. ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ഓസ്കാർ വൈൽഡ്. ഇപ്പോൾ ഓസ്കാർ വൈൽഡ് ഹെഡനിസം എന്ന് പറയുന്നൊരു ചിന്താഗതിയുണ്ട്. ഹെഡനിസം എന്ന് പറഞ്ഞാൽ ഓസ്കാർ വൈൽഡിനെ പോലെയുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത്, നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ അതാണ് ശരി. ഇപ്പൊ കള്ളു കുടിക്കുന്നതാണ് എനിക്ക് സന്തോഷം തരുന്നത്, അതാണ് എൻ്റെ ശരി. ഇപ്പൊ മോഷ്ടിക്കുന്നതാണ് എനിക്ക് സന്തോഷം തരുന്നത്, അതാണ് എൻ്റെ ശരി. വാട്ട് ഗിവ്സ് യു പ്ലഷർ ഈസ് ട്രൂത്ത്. അതാണ് ഹെഡനിസം. നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്തോ അതാണ് നിങ്ങളുടെ സത്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കട്ടിയാവുന്നോ? ഇല്ല, ഇത് അടിസ്ഥാന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഒരു ശരിയും തെറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അയൽപക്കത്തൊരു കുടുംബം, ആ കുടുംബത്തോട് ഇടപെടുന്ന രീതി ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടന അനുസരിച്ചാണോ നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്? അത് രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കണം. പക്ഷേ ഒരു വിശ്വാസിയുടെ ശരിയും തെറ്റും തീരുമാനിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതാണ് ചോദിക്കുന്നത്. അതൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ചോദ്യം പോലും മനസ്സിലായിട്ടില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ തോറ്റത് ഉത്തരം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലായിരുന്നു, ചോദ്യം മനസ്സിലാവിഞ്ഞിട്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ചോദ്യം പോലും മനസ്സിലായിട്ടില്ല.
ഞാൻ ചോദിക്കുകയാണ് ഒരു കാര്യം ശരി, ഒരു കാര്യം ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് എല്ലാവരും ഇവിടെ നിന്ന് തന്തയ്ക്ക് വിളിക്കുകയും കാരണക്കുറ്റിക്ക് വന്ന് അടിക്കുകയും എല്ലാവരും കുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും 3-4 പേരൊക്കെ ഉറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരെയൊക്കെ പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഭിത്തിയോട് ചേർത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരെ ഉദ്ദേശിച്ചെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്? പറ, എന്താ ഞാൻ ചെയ്യാത്തത്? എന്താ? അത് തെറ്റായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ആ ശരിയും തെറ്റും ഞാൻ തീരുമാനിച്ച എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതെൻ്റെ ചോദ്യം. അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ആ തെറ്റാണ് എന്ന് ഞാൻ എങ്ങനെ തീരുമാനിച്ച്? അത് തീരുമാനിക്കാൻ എന്നെ സഹായിച്ച മാനദണ്ഡം എന്താണ്? മനസാക്ഷി. നിങ്ങളൊരു വിശ്വാസി ആയിട്ടേ ഇല്ല. മനസാക്ഷി അനുസരിച്ച് ജീവിക്കുന്നവരാണ് ലോകത്തിലെ എല്ലാ മതസ്ഥരും. അല്ലല്ല, നമുക്കൊരൊറ്റ ശരിയേ ഉള്ളൂ. ആ ശരിയുടെ പേരാണ് യേശു. അതായത് യേശു ആണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ. ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള ഏക മാനദണ്ഡം എന്താ? യേശു. നമ്മളെ അടിച്ചവനെ തിരിച്ചടിക്കാത്ത കർത്താവാണെങ്കിൽ അങ്ങനെ തിരിച്ചടിക്കില്ല. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നോ? അപ്പോ സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ? സത്യം അളക്കാനുള്ള മാനദണ്ഡം ആരാ? യേശു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല. നമ്മുടെ മുമ്പിൽ സത്യം യേശു മാത്രമാണ്. യേശു മാത്രമാണ്. ഇപ്പോ നമ്മളിങ്ങനെ ഭാര്യയും മക്കളും ഒക്കെ വന്ന് കരഞ്ഞു പറഞ്ഞു. ആരോടാന്നറിയാം? തോമസ് മൂറിനോട്, വിശുദ്ധ തോമസ് മൂറിനോട്. രാജാവിനോടൊന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് കുറച്ചു കാലം കൂടെ ജീവിക്കാൻ പറഞ്ഞു. തോമസ് മൂറ് പറഞ്ഞു, ഇല്ലില്ല, അത് പറ്റില്ല. രാജാവ് തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും. രാജാവിനോട് മാപ്പ് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കാല് പിടിച്ച് പറയുകയാണ്, നിങ്ങളൊന്ന് മനസ്സിലായി, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിച്ചൂടെ? നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്ന് പറ. അപ്പൊ തോമസ് മൂർ പറഞ്ഞു, പറ്റില്ല, തലവെട്ടി കൊന്നു. അപ്പോ ഇപ്പോഴും ഞാൻ പേര് മറന്നു. ഒരു വിശുദ്ധയുണ്ട്, പേര് മറന്നുപോയി, എപ്പോഴും ഞാൻ മറന്നു ആ പേര്. 2 പേരാണ്. വിശുദ്ധ ഫെലിസിറ്റയും പിന്നെ ഒരു വിശുദ്ധയോടുണ്ട്. 2 പേരോടാണ്. പോട്ടെ. അപ്പോ ഈ പ്രഭുവിൻ്റെ മകളാണ്. കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അപ്പോഴാണ് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ജയിലിൽ അടച്ചത്. അപ്പൊ ഈ ചോര കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഈ കമ്പി അഴികൾക്ക് വെടിയിൽ ഈ ചോര കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം പറയും, മോളെ ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും മോളെ നീ രാജാവിനോട് പറ, നീ യേശുവിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറ. ഈ കുഞ്ഞ് മക്കളെ ഹൃദയം പൊട്ടി കരയുക, നീ ഒന്ന് എടുക്കാൻ, നീ മുല കൊടുക്കാൻ, നിന്റെ മാറിക്കിടന്നുറങ്ങ, കൊച്ചു കരയാം മോനെ, നീ ഈ കൊച്ചിനെ ഓർത്തിട്ടെങ്കിലും ഒന്ന് പറ. ഇതിനെ പ്രസവിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ഇവളെയും ഇവളുടെ കൂടെയുള്ള അവളെ സഹായിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയും 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു, കൊല്ലും. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നില്ല, രാജാവാണ് ദൈവം. ഇത്രയും പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട, ചുമ്മാ പറഞ്ഞാൽ മതി എന്ന് അല്ലേ? ലോകത്തുള്ള ഏത് കോടതിയിൽ ഏത് മനുഷ്യൻ്റെ ഏത് മനസാക്ഷി അനുസരിച്ച് ലോകത്തെല്ലാവരും നമ്മളോട് എന്നാ പറയാൻ പോണേ? നിങ്ങൾ പറ. ആ കണ്ണടച്ചിരിക്കുന്ന സഹോദരൻ പറ. എന്താ ചെയ്യാൻ പോണേ? ഏത് കോടതി അനുസരിച്ച് ഏത് നിയമം അനുസരിച്ച് എന്താ ചെയ്യാൻ പോണേ? നമ്മുടെ ഒരു മനസാക്ഷി നമ്മൾ പറയും, അത് ഈ കൊച്ചിനെ ഓർത്തെങ്കിലും അല്ലേ, ഒരു പുറത്തിറങ്ങിയിട്ട് നീ ആരെ വേണേലും വിശ്വസിച്ചു എന്നല്ലേ. പക്ഷേ ഈ വിശുദ്ധ അലറി കരഞ്ഞ് അവസാനം ആ കുഞ്ഞ് അലറി കരഞ്ഞ് മരിക്കുകയാണ്. ഇതിൻ്റെ കുഞ്ഞ്. പക്ഷെ അതുപോലും ഈ പെൺകുട്ടിയെ തിരിച്ചു പിടിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ലെവലിനൊക്കെ അപ്പുറത്തായിരുന്നു ഈ സഭയിലെ വിശുദ്ധര്. നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് ഇന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാനേ പറ്റൂ ഇതൊക്കെ. യേശുവിനെ തള്ളി പറഞ്ഞില്ല. അവസാനം ഒരു പശുവിൻ്റെ വാലിൽ കെട്ടി വലിച്ചിഴച്ച് അൺസ്കിൻ ചെയ്ത് അവസാനം കൊല്ലുകയായിരുന്നു ഈ സ്ത്രീയെ. അവൾ എഴുതിയ ഡയറി കുറിപ്പുകളുണ്ട്, അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ രേഖകൾ കിട്ടുന്നത്. ആരംഭകാലത്തെ രക്തസാക്ഷികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുപോലെ തന്നെ എഴുതിയ ഡയറിയിൽ നിന്ന് കിട്ടിയ അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാൻ വന്നതെന്നറിയാം?
സത്യം ആരാണ്? സത്യം യേശുവാണ്. എന്നൊക്കെ പറഞ്ഞേ, സത്യം ആരാണ്? സത്യം യേശുവാണ്. അപ്പം നമ്മൾ ഏത് ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ദ ക്രൈറ്റീരിയൻ ഫോർ മൈ ട്രൂത്ത് ഈസ് നോട്ട് മൈ കോൺഷ്യൻസ്, നോട്ട് വാട്ട് ഗിവ്സ് മീ പ്ലഷർ ഓർ വാട്ട് മൈ റീസൺ ടെൽസ് ടു ബി ട്രൂ. ഒന്നുമല്ല. എനിക്ക് സത്യം എന്താണ്? എൻ്റെ യേശു പറയുന്നതാണ് സത്യം. അതുകൊണ്ട് അപ്പസ്തോലന്മാർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, യേശുവിനെ കുറിച്ച് പരമാവധി അറിയാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ വെളിപ്പെടുത്തുന്ന എന്തിനാണെന്ന് ഞാൻ പറയുന്നത്. യേശുവിനെ കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തലാന്ന് പറഞ്ഞില്ലേ, ഈ 4 ദിവസത്തെ വെളിപ്പെടുത്തൽ. എന്തിനാണ് ഇവരിങ്ങനെ വളരെ ടൈം ആൻഡ് എനർജി എടുത്തിട്ട് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലെല്ലാം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, അവർ യേശുവിനെ കുറിച്ച് അറിയും തോറും നമ്മൾ സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് അറിയാമായിരുന്നത് കൊണ്ടാണ് അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ, ഞാൻ അധികം നാൾ കഴിയാതെ ദൈവം അനുവദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ്റെ കബറിടത്തിലൊന്ന് പോവും. അപ്പോൾ ആ ട്യൂമ്പിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ആ ട്യൂമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണ് 1 കൊരിന്തോസ് 2:2. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരാൾ തീരുമാനിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രദേഴ്സ്, സെമിനേറിയൻസ് എല്ലാം ഓർക്കേണ്ടത്, ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരാൾ തീരുമാനം എടുക്കുകയാണ്, എനിക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി, എനിക്ക് യേശുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ടാണ് ഈ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അപ്പസ്തോലന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, നാം പഠിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? പശ്ചാത്തലം സത്യമാണ് യേശു. അതുകൊണ്ട് ആ സത്യത്തെ നമ്മൾ അറിയാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. കൂടുതൽ അറിയും തോറും, ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 17:3, എന്താ പറഞ്ഞത്? ഏക സത്യ ദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച ഏകജാതനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യ ദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച ഏകജാതനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ 29 മുതൽ എന്താണ് വെളിപ്പെടുത്തുന്നത് നമുക്കൊന്ന് നോക്കാം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട്, അപ്പോൾ ഇത് വെളിപാടിൻ്റെ 2ാമത്തെ ദിവസമാണ്. വെളിപാടിൻ്റെ 2ാമത്തെ ദിവസമാണ്. 1ാമത്തെ ദിവസമാണ് ഇതിന് തൊട്ട് മുമ്പത്തെ ഭാഗം. 1ാമത്തെ ദിവസം. 2ാമത്തെ ദിവസം എന്ന് പറയാൻ കാരണം 29 തുടങ്ങുന്ന എങ്ങനെയാണ്? അടുത്ത ദിവസം. അടുത്ത ദിവസത്തിന് മുമ്പ് എത്ര ദിവസമുണ്ട്? ഒരു ദിവസമാണുള്ളത്. അപ്പോൾ അടുത്ത ദിവസം എത്രാം ദിവസമായിരിക്കും? 2ാം ദിവസമായിരിക്കും സാധാരണഗതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് 2ാമത്തെ ദിവസമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. സെക്കൻഡ് ഡേ ഓഫ് റെവലേഷനാണ്. യേശു ആരാണെന്ന് 2ാമത്തെ ദിവസത്തെ വെളിപ്പെടുത്തൽ. വായിക്കാം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്ന ആ ഒരു ആശയം ഇവിടെ യോഹന്നാൻ ഉപയോഗിക്കുന്നത് പ്രധാനമായും 3 അർത്ഥത്തിലാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആഞ്ഞൂസ് ദൈ, ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലാം ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്, ഹാവ് മേഴ്സി ഓൺ us. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ മേ കരുണയാവണമേ, അല്ലേ? കുർബാനയെ പ്രാർത്ഥിക്കുന്ന ഓർക്കുന്നില്ലേ? അപ്പോൾ ഈ ലാം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ ഉപയോഗിക്കുന്ന 3 അർത്ഥങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് ഈ യഹൂദൻ്റെ ആരാധനാക്രമത്തിൽ പെസഹ കുഞ്ഞാട് എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അറിയാലോ, പെസഹ കുഞ്ഞാട്. ശ്രദ്ധിക്കണേ, പെസഹ കുഞ്ഞാട് എവിടെയാണ്? യഹൂദൻ്റെ ആരാധനയിൽ. ഏത് ആരാധനയിലാണ്? പെസഹ ബലിയിലാണ്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ദൈവം ജനത്തെ മോചിപ്പിച്ചപ്പോൾ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ചിട്ടാണ്. അപ്പോൾ ഈ പെസഹ കുഞ്ഞാടിൻ്റെ, പെസഹ ബലിയുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞാടിൻ്റെ അർത്ഥം എന്താണ്? കുഞ്ഞാട് അവരെ എന്തിനു സഹായിച്ചു? ജീവൻ രക്ഷപ്പെടാൻ സഹായിച്ചു, അല്ലേ? ജീവൻ രക്ഷപ്പെടുക മാത്രമല്ല, പെസഹായുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞാട് സഹായിച്ചത് ജീവനും രക്ഷപ്പെടുത്തി, അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ കുഞ്ഞാട് ചെയ്തത് എന്തൊക്കെയാ? ഒന്ന്, ആദ്യജാതന്മാരുടെ ജീവൻ സംരക്ഷിച്ചു.
2 കുഞ്ഞാട് ചെയ്തത് ഈ കുഞ്ഞാട് അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു. ആ പശ്ചാത്തലത്തിലാണ് മോചിപ്പിക്കപ്പെടുന്നത്. സംഹാരദൂതൻ സംഹാരദൂതനാൽ ആദിജാതന്മാർ കൊല്ലപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേൽക്കാർക്ക് പുറത്ത് കിടക്കാൻ പറ്റിയത്. അപ്പോൾ ഒന്നാമതായിട്ട് ആദിജാതന്മാരുടെ ജീവൻ സംരക്ഷിച്ചു. രണ്ടാമതായിട്ട് അടിമത്തത്തിൽ നിന്ന് പുറത്ത് കടത്തി. മൂന്നാമതായിട്ട് പുറത്ത് കടത്തി മാത്രമേ ഉള്ളൂ, കാനാൻ ദേശത്ത് എത്തിച്ചു. 3 കാര്യങ്ങളും പറയണം. അപ്പോൾ ജീവൻ സംരക്ഷിച്ചു, അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു, വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചു. ഇതാണ് ഇപ്പം ആ പെസഹ കുഞ്ഞാടിൻ്റെ പശ്ചാത്തലം. നിങ്ങളിങ്ങോട്ട് നോക്കിയേ. അതായത് ഇപ്പോൾ ഈ കട്ടളപ്പടിയിൽ ഈ ഡോർ പോസ്റ്റിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കണേ. കുഞ്ഞാടിൻ്റെ രക്തം ഡോർ പോസ്റ്റിൽ തളിച്ചിരിക്കുകയാണ്. അപ്പോൾ സംഹാരദൂതൻ വരുന്നു. സംഹാരദൂതനോട് രക്തം എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അതായത് ഈ കുടുംബത്തിലെ ആദിജാതനെ സംഹരിക്കാൻ വന്ന സംഹാരദൂതനോട് രക്തം എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? രക്തം എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? അതൊന്നുമല്ല. രക്തം പറഞ്ഞത് ഒരു വാക്കാണ്, ഒന്നുമല്ല. രക്തം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. രക്തം പറഞ്ഞത്, രക്തം അവിടെ അപേക്ഷിക്കുകയല്ല, ഉപദേശിക്കുകയല്ല. രക്തം അവിടെ പറഞ്ഞത് കമാൻഡ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? അത് ആ കറക്റ്റ് വാക്ക് പറയണം. കടന്ന് പോവുക. അതാണ് പെസഹ. മനസ്സിലായോ? കടന്ന്, പാസ് ഓവർ. അതല്ലേ പാസ് ഓവർ, പെസഹ, കടന്നു പോകൽ. മനസ്സിലായോ? അപ്പൊ രക്തം, കുഞ്ഞാടിന്റെ രക്തം എന്താ പറഞ്ഞത്? പാസ് ഓവർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡീപ്പ് റെലവൻസ് ഉണ്ട് ജീവിതത്തിൽ. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളിൽ തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രക്തം സാത്താനോട് എന്താ പറയുന്നത്? പാസ് ഓവർ. ഇത് ദൈവജനം വിശ്വസിച്ചിട്ടില്ല. പിന്നെയും പറയുകയാണ്, പിശാച് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ടവരിൽ ഈ രക്തം എന്താ പറയുന്നത്? രക്തം കടന്ന് നിലവിളിക്കുന്നുണ്ട്. ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹെബ്രായർ 12. ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നത്. ഈ രക്തം എന്താ? നമ്മളിൽ തളിക്കപ്പെട്ട യേശുവിന്റെ രക്തം എന്താ നമ്മളോട് പറയുന്നത്? പാസ് ഓവർ. കടന്നു പോ. ഒരുപാട് ഭയമുണ്ട് മനുഷ്യന്റെ അകത്ത്, അല്ലേ? ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രം, ഒരുപാട് ഭയം. ഈ ഭയമെല്ലാം വരുന്നത് എന്താ പറയുക? ഈ രക്തത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. കുഞ്ഞാടിന്റെ രക്തത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. സർവ്വ ഭയങ്ങളുടെയും പിന്നിലുള്ള മൂല കാരണം വിശ്വാസത്തിലെ ഉറപ്പില്ലായ്മയാണ്. ഞാൻ ആവർത്തിച്ച് അനേക കാലങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. വിശ്വാസത്തിന്റെ വിപരീത പദം അവിശ്വാസമല്ല, ഭയമാണ്. ഭയമുള്ളിടത്ത് വിശ്വാസം ഇല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ ഭയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ഭയമില്ല, ഒന്നിനെക്കുറിച്ചും ആങ്സൈറ്റി ഇല്ല, ഡിപ്രഷനും ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഈ മേഖലയിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. 2 വചനം ഞാൻ പറഞ്ഞുതരാം. ലൂക്കാ 17:5. അപ്പോസ്തലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. എൻ്റെ അവിശ്വാസം പരിഹരിക്കാം. മർക്കോസ് 12 ഒരു വചനം, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. അപ്പോൾ ഈ 2 ലൂക്കാ 17:5 മർക്കോസിന്റെ സുവിശേഷത്തിൽ കൃത്യം ഞാൻ പറയാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 24. മർക്കോസ് 9:24. കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ രക്ഷിക്കണമേ. അപ്പൊ ഭയം പോണം അല്ലേ? രക്തസാക്ഷികൾക്ക് അടുത്ത ധൈര്യം, രക്തസാക്ഷികൾക്കുണ്ടായിരുന്ന അത്രയും ധൈര്യം, ആ ധൈര്യം ഉണ്ടാവേണ്ട ആളാണ് വിശ്വാസി, അല്ലേ? അപ്പൊ അത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഇപ്പം. കർത്താവേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങൾക്ക് വിശ്വാസം തന്ന് ഭയത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ട്. യേശുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആദ്യമായി തരുന്നത് ധൈര്യമാണ്. സുവിശേഷം ശരിക്കും മനസ്സിലായാൽ ഒരു മനുഷ്യന് ആദ്യം കിട്ടുന്നത് ധൈര്യമാണ്. ധൈര്യം.
ധൈര്യം. കർത്താവ് നമ്മളെ രക്ഷിച്ചു, കർത്താവിൻ്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടു എന്ന ധൈര്യം. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു അച്ഛൻ വിളിച്ചു, ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, ഒരു അറിയപ്പെടുന്ന ആളാണ്. ആ ആളും കുടുംബവും വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നു, ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചാണ്. അപ്പോൾ കടന്നു പോകുന്ന പ്രയാസം എന്തെന്നറിയോ? ഇതാണ് ഈ ഭയം. ശത്രുക്കൾ ഒത്തിരിയുണ്ട്, അപ്പോൾ ശത്രുക്കൾ ഉപദ്രവിക്കുന്നുമുണ്ട്. അപ്പോൾ ആകെ ഇവർ ടെററൈസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പം. ഭയം, ആത്മീയ ഭയം, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പം എന്താ വരുന്നതെന്നറിയാമോ? അത് കണ്ടോ, വിശ്വാസം ആഴപ്പെട്ടിട്ടില്ല. ജഡ്ജ്മെന്റ് നടത്തുകയല്ല, ഒറ്റ ടാബ്ലറ്റേ ഉള്ളൂ ഇതിന്. എന്താ? ഫെയ്ത്ത് വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുക, വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുക. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് അസാധാരണമായ കാൽവയ്പ്പുകൾ നടത്താനുള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടും. മുമ്പേ നമ്മളിങ്ങനെ കാണുകയാണ് ദൈവത്തെ, ആ ദൈവത്തെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ലോകം നോക്കുമ്പോൾ ലോകം നോക്കുമ്പോൾ ലോകം മുഴുവൻ കാണുന്നത് അസാധ്യതകളാണ്. അപ്പോൾ ലോകം പറയും, നീ എന്ത് മണ്ടത്തരയെ കാണിക്കുന്നത്? നമ്മൾ ആരെ കണ്ടിട്ടായി പോണേ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. അത് കണ്ടിട്ടാണ് ഈ ജനത യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ മറ്റുള്ളവർ കാണുന്നില്ല. വിശ്വാസമുള്ളവൻ കാണുന്ന പല കാഴ്ചകളും വിശ്വാസം ഇല്ലാത്തവൻ കാണുന്നില്ല. അതുകൊണ്ടാണ് വീട്ടിലൊക്കെ ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. വിശ്വാസമുള്ള ഒരാൾ കാണുന്ന കാഴ്ച വിശ്വാസമുള്ള ഇല്ലാത്ത ഒരാൾക്കില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. അത് പ്രാർത്ഥിച്ചു, അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് റിപ്പോർട്ടിൽ ഇപ്പോഴും മലങ്കര സെമിനാരിയുടെ ആ ഫയലുണ്ടാവും അവിടെ. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ ബ്രദറിന് എന്തില്ല? വിശ്വാസമില്ല. സത്യമായിരുന്നു, വിശ്വാസമില്ല. പക്ഷെ വിശ്വാസം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം തരും. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് ഒരു ദാനമാണത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയും, ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. അതൊരു പ്രകൃത്യാതീത ദാനമാണ്. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എന്നറിയാം, കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. അങ്ങനെ പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഈ ആത്മീയ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അത് ആത്മീയ ദാനങ്ങളുടെ പ്രത്യേകത ഇതാണ്. കാരണം അത് തരാൻ ദൈവം ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഭൗതിക കാര്യങ്ങൾ എല്ലാം ഒന്നും കിട്ടില്ല ചോദിച്ചാൽ. അത് ദൈവഹിതത്തിന് അനുസരിച്ചുള്ളത് മാത്രമേ കിട്ടൂ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവം എനിക്കൊരു ബെൻസ് കാർ തരണേ. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തരത്തില്ല. കാരണം ഒരു സുവിശേഷകനായി എനിക്ക് ഒരു ബെൻസ് കാറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നശിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും, ഞാൻ ഇനി എന്തോരം 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും എനിക്ക് ബെൻസ് കാർ ദൈവം തരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണ്? അതുകൊണ്ട് ഞാൻ ഗുണപ്പെടില്ല. അപ്പം അതുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങൾ നമ്മുടെ പദ്ധതിക്കും ദൈവഹിതത്തിനൊക്കെ അനുസരിച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ ആത്മീയ കാര്യങ്ങളുടെ പ്രത്യേകത, അത് തരാനാണ് യേശു കുരിശിൽ മരിച്ചത്. അത് തരാൻ യേശുവിന് സന്തോഷമാണ്. അതുകൊണ്ട് അത് എന്ത് ചോദിച്ചാലും കിട്ടും. ധൈര്യം വേണം നമുക്ക്, ധൈര്യം, പ്രത്യാശ വേണം. ഇപ്പം നിങ്ങളൊക്കെ അച്ഛന്മാരായിട്ട് വിചാരിക്കരുത്, ഇനിയിപ്പോൾ ഇത് വെളിയിൽ നിന്ന് കാണുന്ന ഒരു ലോകമല്ല പൗരോഹിത്യം. ഓർത്തോണം, വെളിയിൽ നിന്ന് കാണുന്ന ഒരു ലോകമല്ല. അതായത് നമ്മൾ ഈ നാരങ്ങ എടുത്ത് സ്ക്വീസ് ചെയ്യുന്നത് പോലെ നമ്മളെ എടുത്ത് പിഴിയും. അതിന് ദൈവം ആളുകളെ വെച്ചിട്ടുണ്ട് പിഴിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയാം? പഠിച്ച പാഠമോ എഴുതിയ നോട്ടോ തലയിൽ കിടക്കുന്ന ബുദ്ധിയോ ഒന്നും കൊണ്ട് നമ്മൾ ഒരാൾ സർവൈവ് ചെയ്തെങ്കിൽ അയാൾ സർവൈവ് ചെയ്യുന്നത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. ശരിയല്ലേ? വിശ്വാസം കൊണ്ട് മാത്രമേ സർവൈവ് ചെയ്യത്തുള്ളൂ. കാരണം അതുപോലെ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളും സഹനങ്ങളും പ്രയാസങ്ങളും ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് വിശ്വാസത്തിന് വേണ്ടി ആഴമായിട്ട് പ്രാർത്ഥിക്കണം. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി, എന്ത് കാര്യം വെളിപ്പെട്ടാലും അത് ചോദിച്ചാൽ കിട്ടും. ഇപ്പം അത് വെളിപ്പെട്ടു, എന്താ? വിശ്വാസം. ആ ജ്ഞാനമാണ് ഇപ്പം തന്നത്. ഒന്ന് നന്നായിട്ട് കരങ്ങൾ ഉയർത്തി കണ്ണടച്ച്, ആരെയും ശ്രദ്ധിക്കരുത്. ഒന്ന് ഹൃദയം കൊണ്ട് സ്തുതിച്ച്, യേശുവേ സ്തുതിക്കുന്നു, കർത്താവേ ദൈവമേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ.